നീ പറഞ്ഞ പോലെ ഇവിടെ ഒന്നും പാവപ്പെട്ടവരെ കാണുന്നില്ല. ഉണ്ടാവൂടാ, നമ്മൾ തേടി കണ്ടുപിടിക്കേണ്ടി വരും. അത് ശരിയാ, തേടി തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. ഞാൻ ഈ കൊച്ചിയിൽ വന്നതിന് ശേഷം ഇതുവരെ ഒരു നല്ല പാവപ്പെട്ടവനെ ഞാൻ കണ്ടിട്ടില്ല. കോഴിക്കോടൊക്കെ എത്ര നല്ല പാവപ്പെട്ടവർ. ഇവിടെയൊക്കെ പാവപ്പെട്ടവരുണ്ട്, പക്ഷേ ഈ ഡ്രസ്സിന്റെ പച്ചപ്പിൽ നമ്മൾ വിചാരിക്കും പണക്കാരെന്ന്. ഏതായാലും ഇവിടെ ഒന്നുമില്ല, ഇനി വേറെ എവിടെയും പോയി നോക്കാം. ഒരു പാവപ്പെട്ടവൻ. നല്ല ഐശ്വര്യമുള്ള പാവപ്പെട്ടവൻ. അളിയാ, ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ച. പ്രശ്നമില്ല, കിട്ടി. നിന്റെ ഈ സഹകരണ റോഡിന്റെ ഭാഗത്ത് ഏതെങ്കിലും പാവപ്പെട്ടവന്മാരുണ്ടോ ചോദിക്കാൻ വേണ്ടി വിളിച്ച. കുഴപ്പമില്ലടാ, കിട്ടി. ദേ, ചാടിക്കറി പൈസ ഒന്നും കൊടുത്തു കളയരുത്. അയാൾ പാവപ്പെട്ടവനാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, വാ. വളരെ പാവപ്പെട്ട ആളാണല്ലേ? അതെ, എന്താ കാര്യം? അല്ല, എനിക്ക് തോന്നുന്നു കൊച്ചിയിലൊക്കെ താങ്കളെ പോലത്തെ ആൾക്കാരെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അത് പിന്നെ ഈ മേഖലയുള്ളവരൊക്കെ എങ്ങനെയൊക്കെ പച്ച പിടിച്ച് രക്ഷപ്പെട്ടു പോയി. അപ്പൊ ചേട്ടൻ എന്താ രക്ഷപ്പെട്ടു പോവാഞ്ഞേ? അത് വേറൊന്നുമല്ലേ, കേരളത്തിൽ ഇപ്പൊ പാവങ്ങളെ സഹായിക്കുന്ന ട്രസ്റ്റുകൾ ഒരുപാടുണ്ടല്ലോ. ഉണ്ട്, പക്ഷെ അവര് തമ്മിൽ ഭയങ്കര മത്സരമാണല്ലോ. അതിപ്പോ ട്രസ്റ്റിലേക്ക് പാവപ്പെട്ടവരെ എടുക്കണമല്ലോ അഗതികളായിട്ട്. അങ്ങനെ അഗതികളെ ട്രസ്റ്റിലേക്ക് എടുത്തെടുത്ത് ഈ സിറ്റിയിൽ അഗതികളില്ലാതായി. അപ്പോൾ അഗതിയൊക്കെ ഡിമാൻഡായി. ഇപ്പൊ നല്ലൊരു അഗതിയെ കിട്ടണമെങ്കിൽ ഏകദേശം 1-2 ലക്ഷം രൂപ ചെലവുണ്ട്. അത് മാസാമാസം കൂടുന്നുണ്ട്. അത് നല്ലൊരു തുകയായ ഞാൻ എവിടെയെങ്കിലും സൈഡാകും. നല്ല ജനറൽ നോളജ് ഉള്ള അഗതിയല്ലേ? അല്ല, പാവപ്പെട്ട ആളല്ലേ? അതെ, എന്നാ കൊടുത്തേക്കാം. യെസ്. ആ ചേട്ടാ, ഞങ്ങളിങ്ങനെ ഏതെങ്കിലും പാവപ്പെട്ട ആൾക്കാർക്ക് ഒരു 10-30,000 രൂപ കൊടുക്കാന്ന് വിചാരിക്കുക. ഓ, ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ടോ? ആ, ഉണ്ട്. എനിക്ക് ആളെ മനസ്സിലായില്ല കേട്ടോ. എന്നാ പിന്നെ വൈകിക്കണ്ടേ, നമുക്ക് ചടങ്ങിലേക്ക് കടക്കാം. സാറാ, ക്യാഷ് ഒരു മിനിറ്റ്, ഇപ്പൊ തരാം. ഈശ്വര, ഈ പാവപ്പെട്ടവൻ ഈ 30,000 രൂപ വെച്ച് വലിയ ബംഗ്ലാവ് പണിയണേ. സ്വാഹ. ഈശ്വര, അത് നീയായിരുന്നോ? കിടക്കുന്നു. എന്താ കാശ് പിടിച്ചോളാ. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാനിത് എണ്ണി തീർത്തിട്ടേ പോവുള്ളൂ. ആയിക്കോട്ടെ. 30,000 ഉണ്ടെന്നല്ലേ പറഞ്ഞത്? എണ്ണുമ്പോ കുറഞ്ഞാലോ? ഇല്ല, ഞങ്ങള് 2-3 പ്രാവശ്യം എണ്ണിയതാ. എന്നാലും അങ്ങനല്ലല്ലോ, ആറ്റിക്കളഞ്ഞാലും അളന്നേ കളയാവുള്ളൊരു ചൊല്ലുണ്ടല്ലോ. അത് ചൊല്ലല്ലേ, നടക്കുന്ന കാര്യം വലുതാണോ? എന്നാ ശരി, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. ഞാൻ എണ്ണുന്നില്ല. എനിക്ക് ആരുടെ ഓശാരമൊന്നും വേണം. എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങണം. അയ്യോ, അതൊന്നും വേണ്ട. എന്റെ ഒരു സന്തോഷത്തിനല്ലേ സാറാ, എന്തെങ്കിലും വാങ്ങാം. നിന്റെ കാശല്ലേ, നീ പറ. എന്നാ ഒരു കോള വാങ്ങാം. എന്നാ ശരി, വരും. എന്തായാലും അതൊഴിവായി കിട്ടിയില്ലേ? കർത്താവേ, എന്താ കോളയുടെ ധമാക്ക ഓഫർ 1 ലക്ഷം രൂപ കിട്ടിയടാ. 1 ലക്ഷം രൂപയാ? ഈശ്വരൻ തരാൻ തുടങ്ങിയപ്പോ ഒരു മര്യാദ ഇല്ലാതെ തരാണോ? അയ്യോ.